ഹായ് ഗായ്സ്, മാർക്കറ്റ് മൈഷോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വാച്ച് ലിസ്റ്റ് ഷെയറിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിൽ പറയുകയുണ്ടായി നമുക്കൊരു ബ്രെത്ത് ത്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ബ്രെത്ത് ത്രസ്റ്റ് ശേഷമുള്ള ഒരു 3-4-5 ഡേയ്സിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നതാണ്. അതാണ് അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു അനാലിസിസ്. അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടുതലായിരിക്കും ബ്രെത്ത് ത്രസ്റ്റിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റ്സ് പല സ്റ്റോക്കിലും കാണാൻ. അപ്പോൾ നമ്മൾ ആസ് എ ഇൻവെസ്റ്റർ, ആസ് എ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ബ്രെത്ത് ടെസ്റ്റിന് ശേഷമുള്ള ദിവസങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ റിസർച്ചും കാര്യങ്ങളും ചെയ്ത് ചാർട്ട്സും കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ലൊരു സ്ട്രോങ് സ്റ്റോക്സ് വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ആ വാച്ച് ലിസ്റ്റിലുള്ള നല്ല നല്ല എൻട്രി നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഞാൻ ഒരു 10 സ്റ്റോക്സിൻ്റെ വാച്ച് ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡ്യൂ ഡിലിജൻസ് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്റ്റോക്സിൽ എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ് ഇങ്ങനത്തെ സ്റ്റോക്സിൽ. ഓക്കെ, സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ഞാൻ സ്റ്റോക്ക് ലിസ്റ്റിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മോബിക്വിക്കാണ്. സോ മോബിക്വിക്കിനകത്ത് ഇതൊരു യങ് IPO സ്റ്റോക്കാണ്. ഇവിടെ നിങ്ങൾ ഹൈ വോളിയം ക്യാൻഡിൽസ് ആണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നോക്കി, ഹൈ വോളിയം ക്യാൻഡിൽസ് ആണ് കാണുന്നത്. അപ്പോൾ ഈ ഹൈ വോളിയം ക്യാൻഡിൽസ് ഡെഫിനറ്റ്ലി സൂചിപ്പിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ്ങിനെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് വരുന്നുണ്ട്. ഒരു ചെറിയ IPO സ്റ്റോക്കാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ടൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഡബിൾ ഇൻസൈഡ് ബാർ വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹൈക്ക് മുകളിലോ അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈക്ക് മുകളിലോ ആയിട്ട് നിങ്ങൾക്ക് എൻ്റർ കൺസിഡർ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടേതായ ഡ്യൂ ഡിലിജൻറ്റ് റിസർച്ച് നിങ്ങളായി ചെയ്തു നോക്കുക. ഈ സ്റ്റോക്കിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ സ്റ്റഡിയും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ സ്റ്റഡിയും കാര്യങ്ങളും ഈ സ്റ്റോക്കിന് ചെയ്തു നോക്കുക. ഇത് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വളരെ നല്ല സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻട്രി എടുക്കുക. അടുത്ത് ക്യാപ്ലി പോയിന്റ്. സോ ക്യാപ്ലി പോയിന്റ് ലാബിൽ നോക്കുകയാണെങ്കിൽ ഹൈ വോളിയം മൂവ് ആണ്. പിന്നെ ചെറിയൊരു മാർക്കറ്റിൽ കറക്ഷൻ വന്നപ്പോൾ ചെറിയൊരു പുൾ ബാക്ക് വന്നു, വീണ്ടും ഒരു ഹൈ വോളിയം മൂവ്, അതിനുശേഷം നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. 3 ഇൻസൈഡ് ബാർസ് ആണ് വന്നിരിക്കുന്നത്. ഈ 3 ഇൻസൈഡ് ബാർസ് എന്ന് പറഞ്ഞാൽ വളരെയധികം റെയർ സിനാരിയോ ആണ്. അപ്പോൾ അതുമല്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പ്രൈസ് വളരെയധികം നല്ല രീതിയിൽ കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കോൺട്രാക്ഷന് ശേഷം ഡെഫിനറ്റ്ലി ഒരു എക്സ്പാൻഷൻ വരും. ആ എക്സ്പാൻഷൻ താഴത്തേക്കോ മുകളിലേക്കോ ആവാം. അപ്പോൾ താഴത്തേക്കല്ല മുകളിലേക്കാണ് എക്സ്പാൻഷൻ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു എക്സ്പാൻഷൻ ക്യാപിറ്റലൈസ് ചെയ്യണം. അതിന് നമുക്ക് നമ്മുടെ എൻട്രി ക്രൈറ്റീരിയ അനുസരിച്ച് എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഹൈക്ക് മുകളിൽ എൻ്റർ ചെയ്യാം, ഈ ഒരു ക്യാൻഡൽ ഹൈക്ക് മുകളിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈക്ക് മുകളിലും എൻ്റർ ചെയ്യാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ജൂബിലൻ്റ് ഇൻഗ്രീവിയാണ് അടുത്തത്. ജൂബിലൻ്റ് ഇൻഗ്രീവ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബേസ് ആയിരുന്നു. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് വന്നു. ബ്രേക്ക് ഔട്ട് വർക്ക് ചെയ്തില്ല, കാരണം ജനറൽ മാർക്കറ്റ് വളരെയധികം വീക്കായിപ്പോയി. പക്ഷെ അതിനുശേഷം നല്ലൊരു ബിഗ് ഗ്രീൻ ക്യാൻഡലോട് കൂടി തന്നെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ജൂബിലൻ്റ് ഇൻഗ്രീവ. പിന്നെ നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഹൈക്ക് മുകളിൽ എൻ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത് HG ഇൻഫ്ര ഒരു വലിയ ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് ഫില്ല് ചെയ്യാതുള്ളൊരു എക്സ്ട്രീംലി ഗുഡ് മൂവ്. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിന് താഴെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഗ്യാപ്പിന് താഴെ ക്ലോസിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അതിനുശേഷം ആ ഗ്യാപ്പിന് ശേഷം ഫുള്ളി സൈഡ് വേസ് ആവുകയാണ് ചെയ്തത് പ്രൈസ്. അപ്പോൾ സൈഡ് വേസ് ആക്ഷന് ശേഷം ഒരു നല്ല 2 ഇൻസൈഡ് ബാർസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലൊരു ക്ലോസ് അല്ലെങ്കിൽ ഇതിന് മുകളിലൊരു പുഷ് നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിൽ പ്രൈസിൽ ഒരു പുഷ് കിട്ടുന്നുണ്ട്, നാളെയോ മറ്റന്നാളോ ആയിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. ഈ ഒരു ഹൈക്ക് മുകളിൽ എൻട്രി ചെയ്യാം, ഈ ഒരു ഹൈക്ക് മുകളിൽ എൻട്രി ചെയ്യാം. സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് വെക്കാം. അടുത്ത് VMM. സോ VMM എന്ന് പറഞ്ഞാൽ വിശാൽ മെഗാ മാർട്ടാണ്. VMM ഒരു യങ് IPO സ്റ്റോക്കാണ്. ഇവിടെയും നല്ലൊരു കൺസോൾട്ടേഷൻ പ്ലസ് ടൈറ്റ്നസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഒരു എൻട്രി കൺസിഡർ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത HSCL. സോ HSCL നമുക്കിവിടെ കാണുന്ന ഒരു വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ ആണ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ ഓൾമോസ്റ്റ് 20% കോൺട്രാക്ഷൻ ഒരു മൂവാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു കോൺട്രാക്ഷനകത്ത് 20%. അതിനുശേഷം മുകളിലേക്ക് പോയി വീണ്ടും ഈ ഒരു കോൺട്രാക്ഷനകത്ത് വെറും
8%. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടം വരെ ആസ് ഓഫ് നൗ ഒരു 3.5-4% കോൺട്രാക്ഷൻ. അപ്പോൾ ഒരു കോൺട്രാക്ഷൻ്റെ വോളറ്റിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോൺട്രാക്ഷൻ വോളറ്റിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് നല്ലൊരു മൂവ് മുകളിലേക്ക് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ പോലെ വയ്ക്കാം, നമുക്ക് ടാർഗറ്റും ഇഷ്ടമുള്ള വയ്ക്കാം. പക്ഷേ ഇതൊരു നല്ലൊരു സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്തത് ബ്ലൂ ജെറ്റ്. സോ ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ നേരത്തെ പറഞ്ഞ പോലെ ഹൈ വോളിയം മൂവ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വൺ സൈഡ് മൂവ് വിത്ത് എ ഗ്യാപ്പ് വിച്ച് ഈസ് നോട്ട് ഫിൽഡ്. അതിനുശേഷം 20 EMA പോട്ടെ 10 EMAക്ക് താഴെ പോലും ക്ലോസ് ചെയ്തിട്ടില്ല. ഇവിടെ നല്ലൊരു മൂവ് തരാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ക്ലോസിങ് വളരെ മോശമായിപ്പോയി. ഡോജി ക്യാൻഡലാണ്. പക്ഷേ ഈ ഡോജി ക്യാൻഡലിൻ്റെ താഴത്തേക്ക് ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് കണ്ടു കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്ട്രെങ്ത് ഈസ് ദെയർ, ബുൾസ് ആർ ദെയർ എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈക്ക് മുകളിൽ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് ഇന്നോവ ക്യാപിറ്റൽ. സോ ഇന്നോവ ക്യാപിറ്റൽ സെയിം സിനാരിയോ, നല്ല എക്സ്ട്രീംലി ഗുഡ് മൂവ് ആണ്. പിന്നെ മാർക്കറ്റ് നെഗറ്റീവായപ്പോൾ ഇന്നോവ ടാബും നെഗറ്റീവായി. അതിനുശേഷം നല്ലൊരു പോസിറ്റീവ് ബുള്ളിഷ് ക്യാൻഡലിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ. അതും നല്ല രീതിയിൽ ടൈറ്റ് ആവുന്നുണ്ട് പ്രൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺട്രാക്ഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോൺട്രാക്ഷന് ശേഷം ഒരു എക്സ്പാൻഷൻ വരും. ഈ എക്സ്പാൻഷൻ മുകളിലേക്കാണെങ്കിൽ നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കാം. സോ ഇത്രയാണ് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്സ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ സ്റ്റോക്സ് ഒക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. പക്ഷേ എന്തായിരുന്നു പെർഫോമൻസ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ നമുക്ക് റിവ്യൂ വീഡിയോസിൽ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ. സോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ഹാപ്പി ട്രേഡിംഗ്.